കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഉത്രം നക്ഷത്രത്തെ കേട്ടുകൊണ്ടാണ് വളരുന്നത്. പ്രത്യേകിച്ച് ശബരിമല മകരവിളക്ക് സമയത്ത് എല്ലാവരും എപ്പോഴും ലിയോ കോൺസ്റ്റലേഷന്റെ അരികിലുള്ള ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ ആണ് പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആസ്ട്രോണമിക്കലി ആ തിളങ്ങുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രം അല്ല. ശാസ്ത്രീയമായി ഉത്രം നക്ഷത്രം 93 ലിയോണിസ് ആണ്, ഒരു മങ്ങിയ ബൈനറി സ്റ്റാർ സിസ്റ്റം. 93 ലിയോണിസ് എ ഒരു യെല്ലോ ജയന്റ് ആണ്. അതേപോലെ 93 ലിയോണിസ് ബി ഒരു യെല്ലോ വൈറ്റ് മെയിൻ സീക്വൻസ് സ്റ്റാർ ആണ്. ഇത് വളരെ മങ്ങിയ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് ദൃശ്യമാവില്ല, പ്രത്യേകിച്ച് ശബരിമല പോലെ പ്രകാശപൂരിതമായ ഒരു സ്ഥലത്ത്. പിന്നെ നമ്മൾ കാണുന്ന തിളങ്ങുന്ന ഉത്രം നക്ഷത്രം ഏതാണ്? ലിയോ കോൺസ്റ്റലേഷനിൽ 93 ലിയോണിസിന് തൊട്ടടുത്തായി തിളക്കമുള്ള 2 നക്ഷത്രങ്ങളുണ്ട്, ഡനബോല, സോസ്മ. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെയാണ് ആളുകൾ ഉത്രം നക്ഷത്രമായി കരുതുന്നത്. ഇവയെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത് കൊണ്ട് തലമുറകളായി ആളുകൾ സാംസ്കാരികമായി ഉത്രം നക്ഷത്രവുമായി ബന്ധിപ്പിച്ച് കാണുന്നു. അതുകൊണ്ട് മകരവിളക്ക് സമയത്ത് ആളുകൾ നോക്കൂ, അതാണ് ഉത്രം നക്ഷത്രം എന്ന് പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഡനബോളയോ അല്ലെങ്കിൽ ചിലപ്പോൾ സോസ്മയോ ആണ്. അത് ജ്യോതിശാസ്ത്രപരമായി ഉത്രം നക്ഷത്രം അല്ല. എന്നാൽ ഇത് കൾച്ചറലി തെറ്റാണോ? ഒരിക്കലുമല്ല. ലോകമെമ്പാടുമുള്ള കൾച്ചറലായിട്ടുള്ള സ്കൈ ട്രഡീഷനുകളിൽ പലപ്പോഴും ഒരു നക്ഷത്രത്തിന്റെ യഥാർത്ഥ സയന്റിഫിക് പൊസിഷൻ അടുത്തുള്ള ഏറ്റവും ദൃശ്യമായ നക്ഷത്രങ്ങളിലേക്കാണ് ചേർത്ത് വയ്ക്കുന്നത്. അതിന്റെ അർത്ഥം പ്രതീകാത്മകത, ഭക്തി എന്നിവയാണ്. അത് മാറ്റമില്ലാതെ തുടരുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഉത്രം നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ ഓർക്കുക, ശാസ്ത്രം പറയുന്ന ഉത്രം 93 ലിയോണിസ് ആണ്, എന്നാൽ സംസ്കാരം പറയുന്നത് അത് ഡനബോളയാണ് എന്നാണ്. ഒപ്പം മനുഷ്യൻ ആകാശത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിന്റെ മഹത്തായ ഒരു കഥയും അത് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിലേക്കായി ആസ്ട്രോ 82 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.